ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ്റെ ചൈന സന്ദർശനം ഭാരതം അല്പം ആശങ്കയോടെ ഏറെ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത്. അതിന് പ്രധാനമായിട്ട് 5 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ താരിഖ് റഹ്മാനും ചൈനീസ് പ്രസിഡൻറ്റും തമ്മിൽ ഒപ്പുവെച്ച ടീസ്റ്റ നദീജല മാനേജ്മെൻറ്റ് കരാറാണ്. ടീസ്റ്റ നദീ മാനേജ്മെൻറ്റ് കരാറെന്ന് പറയുമ്പോൾ അത് സിലിഗുരി ഇടനാഴിക്ക് തൊട്ട് മുകളിലാണ്, തൊട്ട് വടക്ക് പ്രദേശത്താണ് ഈ ടീസ്റ്റ റിവർ മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് വരുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സിലിഗുരി നെക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടനാഴിയാണ്. ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള വാതിലാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ചൈന ബോർഡർ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അങ്ങനെ സിലിഗുരി നെക്കിന് വളരെ സമീപത്തായിട്ട് തന്നെ ചൈനയുടെ ഒരു വലിയ സാന്നിധ്യം ബംഗ്ലാദേശിൻ്റെ ഭൂപ്രദേശത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ചൈന ബംഗ്ലാദേശിന് കൊടുക്കുന്ന പ്രതിരോധ ഉപകരണങ്ങളാണ്. ചൈന ബംഗ്ലാദേശിന് 24ഓളം ജെറ്റ് ഫൈറ്റർ വിമാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഡ്രോണുകൾ കൊടുക്കുന്നുണ്ട്, ഡ്രോൺ ടെക്നോളജി കൊടുക്കുന്നുണ്ട്, അതുപോലെ മറ്റ് ചില ഉപകരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഭാരതത്തെ അലസോരപ്പെടുത്തുന്നത് സർവലൻസ് ഉപകരണങ്ങളാണ്. അതായത് ഭാരതത്തിനുള്ളിൽ സർവലൻസ് നടത്താൻ, ഭാരതത്തെ നിരീക്ഷിക്കാൻ വേണ്ടി ചൈനീസ് ഉപകരണങ്ങൾ ബംഗ്ലാദേശിന് അതിർത്തിക്കുള്ളിൽ സ്ഥാപിക്കപ്പെടുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അസുഖകരമായ, അല്പം ആശങ്ക തന്നെ ഉയർത്തുന്ന ഒരു കാര്യമാണ്. അതിനുള്ള നീക്കവും ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം മോംഗ്ല പോർട്ടാണ്. കൽക്കട്ടയ്ക്ക് ഏതാണ്ട് സമാന്തരമായി ബംഗ്ലാദേശിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മോംഗ്ല പോർട്ട് ഡെവലപ്പ് ചെയ്യാൻ ചൈനയുമായി ബംഗ്ലാദേശ് കരാർ ഒപ്പുവെക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പോർട്ടിലെ ഒരു ടെർമിനൽ, അതിൻ്റെ വികസനവും അതിൻ്റെ നടത്തിപ്പും ഭാരതത്തിന് ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് ഏതാണ്ട് കരാറൊക്കെ ആയപ്പോഴാണ് മുഹമ്മദ് യൂനസിൻ്റെ പഴയ സർക്കാർ ആ കരാറ് പൂർണ്ണമായിട്ട് റദ്ദാക്കി ഭാരതത്തെ ചിത്രത്തിൽ നിന്ന് തന്നെ മാറ്റിക്കളഞ്ഞത്. മോംഗ്ല പോർട്ടിൽ ഇപ്പോൾ ഭാരതത്തിൻ്റെ ഒരു സാന്നിധ്യവുമില്ല. ആ ഒരു പോർട്ടിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ടി ചൈനയുമായി കരാർ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് സർക്കാർ. അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് എന്ന് മാത്രമല്ല, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സെക്യൂരിറ്റി ഭീഷണി കൂടിയാണ്. ഇനി നാലാമത്തെ കാര്യം, ചൈന വലിയ തോതിൽ ബംഗ്ലാദേശിലേക്ക് പണം ഇറക്കുകയാണ്. പ്രത്യേകിച്ചും ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ആരോഗ്യരംഗം തുടങ്ങിയ മേഖലകളിൽ ബംഗ്ലാദേശിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, ഗവേഷണത്തിന് വേണ്ടിയിട്ട് ചൈന പണമിറക്കുകയാണ്. യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൻ്റെ തുടക്കം മുതൽ തന്നെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിലും ഇത്തരം മേഖലകളിൽ ഇന്ത്യയുടെ സാന്നിധ്യം വളരെ ശക്തമായിരുന്നു. അതേത് സർക്കാരാണെങ്കിലും ഏത് രാഷ്ട്രീയ പരിതസ്ഥിതിയിലും ഈ പറയുന്ന മേഖലകളിലൊക്കെ ഭാരതമായിരുന്നു ബംഗ്ലാദേശിൽ മുന്നിട്ട് നിന്ന വിദേശ ശക്തി. പക്ഷേ ഇപ്പോൾ ഭാരതത്തെ പതുക്കെ ചിത്രത്തിൽ നിന്ന് മാറ്റി ബംഗ്ലാദേശ് ചൈനയെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് അതിപ്പോൾ പ്രതിരോധ ഉപകരണങ്ങളുടെ കാര്യമായാലും, വിദ്യാഭ്യാസം, അതേപോലെ ആരോഗ്യരംഗത്തെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമായാലും ഇതൊക്കെ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിന് പണം ആവശ്യമുണ്ട്. ആ പണം നൽകാനും ചൈന തയ്യാറാണ്. യഥാർത്ഥത്തിൽ ചൈനയുടെ ഒരു ഡെപ്റ്റ് ട്രാപ്പ് എന്ന് പറയുന്നത് ഇന്ന് ലോകം മുഴുവൻ പ്രസിദ്ധമാണ്, കുപ്രസിദ്ധമാണ്. അതായത് പണം നൽകി, കടം നൽകി ഒരു രാജ്യത്തെ സ്വന്തം കോളനിയാക്കി മാറ്റുക എന്നുള്ളത് ചൈനയുടെ ഒരു അപ്രഖ്യാപിത നയമാണ്. പാകിസ്ഥാൻ അതിൻ്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട്, ശ്രീലങ്ക അതിൻ്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട്, ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലെ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ചില രാജ്യങ്ങൾ അത് അനുഭവിച്ചിട്ടുണ്ട്. ഇനി ബംഗ്ലാദേശും അത് അനുഭവിക്കാൻ പോവുകയാണ്. ബംഗ്ലാദേശ് എന്തനുഭവിച്ചാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ചൈനീസ് കോളനിയായി ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഈ രാജ്യം മാറുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയായിട്ട് മാറും. ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് തീർച്ചയായിട്ടും താരിഖ് റഹ്മാൻ്റെ ചൈന സന്ദർശനം ഭാരതം അല്പം ആശങ്കയോടെ കാണുന്നത്. ഇനി ഭാരതം ഇതെല്ലാം കണ്ടുകൊണ്ട് വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ് എന്ന് കരുതിയാൽ തെറ്റി. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി ചൈനയ്ക്ക് ഈ മേഖലയിലുള്ള, പ്രത്യേകിച്ച് ഇന്ത്യ മഹാസമുദ്ര മേഖലയിലുള്ള ചൈനയുടെ ഒരു കടന്നുകയറ്റം തടയാനും അത് ചെറുത്തു നിൽക്കാനുമുള്ള വലിയ ശ്രമമാണ് ഭാരതവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസിലേക്കുള്ള ഈ യാത്ര പോലും യഥാർത്ഥത്തിൽ അത്തരം ചില കാര്യങ്ങൾ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ പിന്നീട് ചെയ്യാം.